everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 49th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing about preliminaries to the establishment of standard costs, and in this lecture, we are going to continue with the same topic, that is, preliminaries to the establishment of standard costs. Under this head, നമ്മൾ ഇതുവരെ 4 സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദേ ആർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് ഡെവലപ്പിംഗ് ഓർ സെറ്റിംഗ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ്സ് ഓരോ എലമെൻറ്റ് ഓഫ് കോസ്റ്റിനും എസ്റ്റാബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് വണ്ണായ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ ദ സെക്കൻഡ് വൺ ഇസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. Determination of standard direct labor cost will include determination of standard time, standard rate. Standard direct labor costന്റെ ഡിറ്റർമിനേഷന് വേണ്ടി സ്റ്റാൻഡേർഡ് ടൈമും സ്റ്റാൻഡേർഡ് റേറ്റും ഡിറ്റർമൈൻ ചെയ്യണം. സ്റ്റാൻഡേർഡ് ടൈമും സ്റ്റാൻഡേർഡ് റേറ്റും ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷമാണ് സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. It is necessary to standardize the time to be taken for each category of labor and for each operation involved. ഓരോ കാറ്റഗറി ഓഫ് ലേബറിനും ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോ ഓപ്പറേഷനും ആവശ്യമായ ടൈം സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്നുള്ളത് നെസസറിയാണ്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി വിൽ ഡിറ്റർമൈൻ ഹൗ മച്ച് ടൈം ഈസ് ടു ബി അലൗഡ്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയാണ് ഓരോ ഓപ്പറേഷനും അലോ ചെയ്യേണ്ട ടൈം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുമ്പോൾ ഡ്യൂ അലവൻസ് ഷുഡ് ബി മെയ്ഡ് ഫോർ ഫാറ്റിഗു, ടൂൾ സെറ്റിംഗ്, റിസീവിംഗ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് നോർമൽ ഐഡിൽ ടൈം. അതായത് സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുമ്പോൾ ഫാറ്റിഗു, ടൂൾ സെറ്റിംഗ്, റിസീവിംഗ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് നോർമൽ ഐഡിൽ ടൈം ഈ ആസ്പെക്റ്റുകൾക്ക് അലവൻസ് നൽകിയിരിക്കണം. സ്റ്റാൻഡേർഡ് ടൈം ക്യാൻ ഓൾസോ ബി ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ആവറേജ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്നതിനായി ടൈം ആൻഡ് മോഷൻ സ്റ്റഡി യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ പാസ്റ്റ് പെർഫോമൻസിൻ്റെ ആവറേജിൻ്റെ ബേസിസിലും സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. ദിസ് മെത്തേഡ് ഇസ് സിമ്പിൾ, നോട്ട് സയൻറ്റിഫിക്. പാസ്റ്റ് പെർഫോമൻസിൻ്റെ ആവറേജിൻ്റെ ബേസിസിൽ സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമൈൻ ചെയ്യുന്ന മെത്തേഡ് സിമ്പിളാണ്, ബട്ട് സയൻറ്റിഫിക് അല്ല. ദസ് സ്റ്റാൻഡേർഡ് ടൈം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. സോ ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയുടെ ബേസിസിലാണ് സ്റ്റാൻഡേർഡ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയുടെ ബേസിസിൽ സ്റ്റാൻഡേർഡ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി ദാറ്റ് ഈസ് ഡൺ ഇൻ കൺജങ്ഷൻ വിത്ത് ദ വർക്ക് സ്റ്റഡി എഞ്ചിനീയേഴ്സ്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയുടെ ബേസിസിൽ സ്റ്റാൻഡേർഡ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് വർക്ക് സ്റ്റഡി എഞ്ചിനീയേഴ്സിനെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ്. ഓക്കെ. Standard times established according to time and motion study are independent of previous performances, good for the development of objective standards. അതായത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയുടെ ബേസിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടൈംസ് മുൻപുള്ള പെർഫോമൻസസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രീവിയസ് പെർഫോമൻസസ്. ആൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് these standard times established according to time and motion study are considered as good. Setting standard time by taking trial runs for new products. In cases of new products, standard time can also be set by taking trial runs. New products in the cases trial runs എടുത്തുകൊണ്ടും സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. But this method is not satisfactory as real conditions are not available in such runs. ഇങ്ങനെയുള്ള ട്രയൽ റൺസിൽ റിയൽ കണ്ടീഷൻസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ദിസ് മെത്തേഡ് ഈസ് കൺസിഡേർഡ് ആസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ടൈം സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ്, അഥവാ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഡിറ്റർമിനേഷനെ പറ്റിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ലേബർ റേറ്റ്സ്. സ്റ്റാൻഡേർഡ് ലേബർ റേറ്റ്സിൻ്റെ ഫിക്സേഷനെ പറ്റിയാണ്.
Fixation of standard labor rates is not so difficult as the fixation of standard prices of materials. അതായത് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസസ് ഫിക്സ് ചെയ്യുന്നത് പോലെ അത്ര ഡിഫിക്കൾട്ട് ഒന്നുമല്ല സ്റ്റാൻഡേർഡ് ലേബർ റേറ്റ്സ് ഫിക്സ് ചെയ്യാൻ. ബിക്കോസ് ലേബർ റേറ്റ്സ് ആർ യൂഷ്വലി പ്രീ എസ്റ്റാബ്ലിഷ്ഡ്. ലേബർ റേറ്റ്സ് യൂഷ്വലി പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ലേബർ റേറ്റ്സിൻ്റെ ഫിക്സേഷൻ സ്റ്റാൻഡേർഡ് പ്രൈസസ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഫിക്സേഷൻ പോലെ അത്ര ഡിഫിക്കൾട്ട് അല്ല. ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഓഫ് പേ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ എവറി കാറ്റഗറി ഓഫ് ലേബർ. എല്ലാ കാറ്റഗറി ഓഫ് ലേബറിനും സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഓഫ് പേ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ലേബർ റേറ്റ്സ് ഇൻ ദ പാസ്റ്റ് മേ നോട്ട് ബി റിലയബിൾ ബേസിസ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ്സ് ഇഫ് ദ ലേബർ റേറ്റ്സ് ആർ സബ്ജക്റ്റ് ടു ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ലേബർ ഫോഴ്സ്. അതായത് ലേബർ റേറ്റ്സ് ലേബർ ഫോഴ്സിലുണ്ടാവുന്ന ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് സബ്ജക്റ്റഡ് ആണെങ്കിൽ, അതായത് ലേബർ ഫോഴ്സിലുണ്ടാകുന്ന ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് ലേബർ റേറ്റ്സിലും വേരിയേഷൻസ് ഉണ്ടാകുന്നു. ആ ഒരു കേസിൽ പാസ്റ്റിലെ ലേബർ റേറ്റ്സ് കറൻ്റ്ലി റേറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ ഒരു റിലയബിൾ ബേസിസ് അല്ല. ബിക്കോസ് പാസ്റ്റിലെ ലേബർ റേറ്റ്സ് എന്ന് പറയുന്നത് അന്ന് എക്സിസ്റ്റ് ചെയ്ത ലേബർ ഫോഴ്സിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് സബ്ജക്റ്റഡ് ആണ്. ദെൻ പാസ്റ്റിലെ ലേബർ റേറ്റ്സ് കറൻ്റ്ലി റേറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു റിലയബിൾ ബേസിസ് ആയിരിക്കില്ല. ഓക്കെ. എക്സ്പെക്റ്റഡ് ഇൻക്രീസ് ഇൻ റേറ്റ്സ് ഷുഡ് ബി കൺസിഡേർഡ്. അതായത് സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ റേറ്റ്സിൽ എന്തെങ്കിലും ഇൻക്രീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ that should also be considered. Okay. Do not present any problem in those industries where wage rates have been fixed by contracts, law, wages tribunals and wages boards. അതായത് കോൺട്രാക്ട്സ് വഴിയോ ലോ വഴിയോ വേജസ് ട്രിബ്യൂണൽസ് വഴിയോ വേജസ് ബോർഡ്സ് വഴിയോ ഒക്കെ വേജ് റേറ്റ്സ് ഫിക്സ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഓഫ് പേയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. Fixation of standard rates will depend upon the method of wage payment. മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് സ്റ്റാൻഡേർഡ് റേറ്റ്സിൻ്റെ ഫിക്സേഷൻ വരുന്നത്. മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും ഒക്കെ. സോ വേജസ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ടൈം വേജസ് സിസ്റ്റം. സ്റ്റാൻഡേർഡ് റേറ്റ്സ് പെർ അവർ ഓർ പെർ ഡേ വിൽ ബി ഫിക്സ്ഡ്. അതായത് ഒരു കൺസേണിൽ ടൈം വേജസ് സിസ്റ്റം അനുസരിച്ചാണ് വേജസ് പേ ചെയ്യുന്നത് എങ്കിൽ പെർ അവറിലേക്കോ പെർ ഡേയിലേക്കോ ഉള്ള സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഫിക്സ്ഡ് ആയിരിക്കും. വെൻ ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് ഈസ് പീസ് റേറ്റ്, സ്റ്റാൻഡേർഡ് വേജസ് പെർ പീസ് വിൽ ബി ഫിക്സ്ഡ്. ഒരു കൺസേണിൽ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് പീസ് റേറ്റ് ആണെങ്കിൽ പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ചാണ് വേജസ് പേ ചെയ്യുന്നത് എങ്കിൽ സ്റ്റാൻഡേർഡ് വേജസ് പെർ പീസ് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ. Personnel department will help the cost and management accountant in determining standard rates of pay. സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഓഫ് പേയുടെ ഡിറ്റർമിനേഷനിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ. The balance of this topic will continue in the next lecture. Thank you.